എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസ് ആകുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കേക്കുകളിലൊന്നാണ് കേട്ടോ ഈ ക്യാരറ്റ് ഡേറ്റ് കേക്ക്. ക്യാരറ്റ് ഡേറ്റ് കേക്കും പിന്നെ പ്ലം കേക്കും മാർബിൾ കേക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് കഴിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അത് ഒന്ന് മെൽറ്റായി വരട്ടെ. തീ ഏറ്റവും കുറവിൽ വേണം ഇട്ട് കൊടുക്കാൻ. ആ ചെറിയ തീയിൽ കിടന്ന് അത് നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുവരെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തു വെക്കാം. ഇനി നമുക്ക് കുരു കളഞ്ഞിട്ടുള്ള 1/4 കപ്പ് ഡേറ്റ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടും പിന്നെ ഇതിലെ വെള്ളം നമുക്ക് കാരമൽ ചെയ്യുന്നിടത്തേക്ക് ഒഴിക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ. നമ്മുടെ പഞ്ചസാര ഈ പരുവം എത്തുമ്പോഴത്തേക്ക് വേണം നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തിളയ്ക്കും. ആ സമയം കൊണ്ട് നമുക്ക് നല്ല പോലെ ബാക്കിയും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല പോലെ മെൽറ്റായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല പോലെ തിളച്ചിരിക്കുന്ന വെള്ളം അത് ഒന്ന് ഡേറ്റ്സ് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ആ വെള്ളം എങ്ങനെ പാകത്തിനടുത്ത് തന്നെ വെക്കുക. ഇനി ഇതേ ഈ പഞ്ചസാര നമുക്ക് കൃത്യ അളവെന്ന് പറയുന്നത് ഇതുപോലെ നല്ല പോലെ പതഞ്ഞ് വരണം. ഈ പരുവം എത്തുമ്പോൾ വേണം നമുക്ക് നമ്മുടെ ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തീ വേണമെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറേശ്ശെ ഈ വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കാം. ദേഹത്തൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നല്ല പൊള്ളലായിരിക്കും ഇത് ദേഹത്തൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി മൊത്തം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തീ ഒന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം ചെറിയ തീ തന്നെ ഇട്ട് കൊടുക്കുക. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചും കൂടി എടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, കാരണം ഇത്ര കുറുകിയാൽ മതി. ഇനി കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ നേരത്തെ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. ഇത് കുറച്ചുകൂടെ നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കായി പോകും കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമുക്ക് മാറ്റി വെക്കാൻ. ഇത് നല്ലപോലെ ആറിയിട്ട് വേണം നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാനായിട്ട്. ഇപ്പോഴേ ഇതുപോലെ ഇരിക്കുമെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ആറി കഴിയുമ്പോൾ ചൂടെല്ലാം മാറി കഴിയുമ്പോൾ അത് നല്ലപോലെ ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും രുചിയായിരിക്കും കേട്ടോ നമ്മുടെ കേക്കിന്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് എടുക്കാം. 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് ക്യാരറ്റാണ് കേട്ടോ വേണ്ടുന്നത്, ഗ്രേറ്റ് ചെയ്തത്. ഇനി നേരത്തെ നമ്മൾ വെള്ളം കളയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കേക്കിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് എല്ലാം കൂടെ താഴേക്ക് പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ എല്ലാ കേക്കൊക്കെ ഉണ്ടാക്കിയല്ലേ ആ കേക്കിൻ്റെ പോലെ തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല പോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നല്ലപോലെ ആറിയിട്ടുള്ള നമ്മുടെ കാരമൽ, ആ കാരമൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ ഇത്രയും പരുവത്തിലെത്തിയിട്ടുണ്ട്. നല്ലപോലെ ലൂസായിരുന്നു, പക്ഷേ ആറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് മാറി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ മണമുള്ള വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ സ്പീഡിൽ മാത്രം വേണം ബീറ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റർ എല്ലാം പൊങ്ങിയത് താന്നങ്ങ് പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഒപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ഡേറ്റ്സും കൂടിയുള്ള ആ മിക്സും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മാത്രം ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ ബീറ്റർ വെച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചില ഉപയോഗിക്കാം. ബീറ്റർ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ഞാൻ സ്പാച്ചില കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ സ്ക്വയറിൻ്റെ ടിന്നായാലും മതി. കട്ട് ചെയ്യാൻ എളുപ്പം നമുക്ക് സ്ക്വയർ ടിന്നാണ് കേട്ടോ. ഇപ്പം ഞാനിത് എടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇതിന് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 40 മിനിറ്റാണ് കേട്ടോ ഇത് ബേക്കിംഗ് ടൈം വെച്ച് കൊടുത്തിരിക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിലാണ്. നമുക്ക് ഏറ്റവും അവസാനത്തെ 10 മിനിറ്റ് ആകുമ്പോൾ 160 ഡിഗ്രിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രൗൺ ഒക്കെ ആയിട്ട് കിട്ടും. ഇനി ഈ കേക്കുകൾ നമ്മൾ പിറ്റേ ദിവസം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിത് റിമൂവ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ആറിക്കഴിയുമ്പോൾ നമുക്കിന്ന് കട്ട് ചെയ്യാം. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ വെയിറ്റും കൂടെ ഒന്ന് നോക്കാം. 430 ഗ്രാം ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല, അതുപോലത്തെ നല്ലൊരു മണമായിരിക്കും കേട്ടോ വീട് നിറച്ചുണ്ടാകുന്നത്. ഞാനിതിൻ്റെ അടിയിലെ ബട്ടർ പേപ്പർ മാറ്റിയെന്ന കാര്യം മറന്നു പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് എടുക്കാനായിട്ടൊന്ന് പാടുപെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള കേക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മളിത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് അഭിപ്രായം പറയണം ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.